UAE മിസൈൽ സാങ്കേതികവിദ്യ ചൈനയ്ക്ക് കൈമാറിയതായി റിപ്പോർട്ട്. ദി ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എയർ ടു എയർ മിസൈലുകളുടെ പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ UAE ചൈനയ്ക്ക് കൈമാറിയെന്നാണ്. ഇക്കാര്യം 2002 US ഇൻ്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തൻഹൂൺ ബിൻ സായിദ് അൽ നഖ്യാൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫിലെ പ്രീമിയർ AI ഗ്രൂപ്പായ G42 ആണ് ഈ സാങ്കേതികവിദ്യ ചൈനയ്ക്ക് കൈമാറിയത്. ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് 2 സ്രോതസ്സുകളെ ഉദ്ധരിച്ചുള്ളതാണ്. G42വിൻ്റെ സാങ്കേതികവിദ്യ ചൈനീസ് ടെക്നോളജി കമ്പനിയായ ഹുവാവേയ്ക്ക് കൈമാറിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയുടെ PL-15, PL-17 എയർ ടു എയർ മിസൈൽ നവീകരിക്കാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ഇത് ചൈനയ്ക്ക് US മുൻതൂക്കം നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹുവാവേയ്ക്ക് നൽകുന്ന G42വിൻ്റെ സാങ്കേതികവിദ്യയിൽ മിസൈലുകളുടെ പറക്കൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയറും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ദി ഫിനാൻഷ്യൽ ടൈംസ് 2 സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് G42വിന് അറിയാമായിരുന്നുവെന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ട് പറയുന്നു. UAE ഒരു നിയമവും ലംഘിച്ചിട്ടുണ്ടാവില്ലെങ്കിലും ഇടപാടിനെക്കുറിച്ച് അറിഞ്ഞ US ഉദ്യോഗസ്ഥർ UAE ഇക്കാര്യം എങ്ങനെ അറിയിക്കണമെന്നും ചർച്ച ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. തായ്വാനുമായി ബന്ധപ്പെട്ട ഏത് യുദ്ധത്തിലും അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിടാൻ ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ മേൽക്കോയ്മ നൽകുന്ന തരത്തിൽ ആധുനികമായ സാങ്കേതികവിദ്യയാണ് UAE കൈമാറിയത്. ആധുനിക സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തതും ആയുധ സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ അവയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു സാങ്കേതികവിദ്യയാണിത്. മാത്രമല്ല ഈ സാങ്കേതികവിദ്യയ്ക്ക് US കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2022 മിഡിൽ ഈസ്റ്റും യൂറോപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് UAEയും ബൈഡൻ ഭരണകൂടവുമായുള്ള ബന്ധം വഷളായിരുന്നു. യുക്രൈനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ റഷ്യയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മറികടക്കാൻ സഹായിച്ചതിനുള്ള അകൽച്ച ബൈഡൻ ഭരണകൂടത്തിന് UAEയുമായി ഉണ്ടായിരുന്നു. അതേസമയം യമനിലെ ഹൂതികൾ എമിറേറ്റ്സിൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളോടുള്ള USൻ്റെ സമീപനത്തിൽ UAEയും അസ്വസ്ഥരായിരുന്നു. അബുദാബിക്ക് സമീപമുള്ള ചൈനീസ് തുറമുഖ പദ്ധതിയുടെ നിർമ്മാണത്തിന് പിന്നിൽ സൈനിക ലക്ഷ്യങ്ങളുണ്ടെന്ന സംശയം ബൈഡൻ ഭരണകൂടം ഉയർത്തിയിരുന്നു. തുടർന്ന് UAEയിൽ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം പൊതുവെ UAEയുമായി മികച്ച ബന്ധം നിലനിർത്തി. ഗൾഫ് പര്യടനത്തിനിടെ സൗദി അറേബ്യയിലും ഖത്തറിലും കൂടുതൽ സമയം ചെലവഴിച്ചു ട്രംപ്. എന്നാൽ UAEയിൽ അത്രയും സമയം ചെലവഴിച്ചില്ല. UAEയുടെ ചൈനയുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള ചില US ഉദ്യോഗസ്ഥരുടെ ആശങ്കകളാണ് ഇതിന് കാരണമെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് മാസത്തിൽ ട്രംപ് രാജ്യം സന്ദർശിച്ചപ്പോൾ NVIDIAയുടെ ഏറ്റവും നൂതനമായ AI ചിപ്പുകൾ വാങ്ങാൻ UAE സമ്മതിച്ചു. എന്നിരുന്നാലും കരാർ യാഥാർത്ഥ്യമാകുന്നതിന് കാലതാമസം നേരിട്ടു. ഈ മാസം ആദ്യം UAEയിലേക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ AI ചിപ്പുകൾ കയറ്റുമതി ചെയ്യാൻ US അംഗീകാരം നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. 2025 മുതൽ UAE NVIDIAയുടെ ഏറ്റവും നൂതനമായ AI ചിപ്പുകളിൽ 5 ലക്ഷം വരെ പ്രതിവർഷം വാങ്ങുമെന്നാണ് USഉം UAEയും തമ്മിൽ ഒപ്പുവെച്ച കരാർ. ഇവയിൽ 4 ലക്ഷം എണ്ണം UAEയിലെ US സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന ഡേറ്റാ സെൻറ്ററുകളിലേക്കും AI പ്രോജക്റ്റുകൾക്കുമാണ് നൽകുക. 1 ലക്ഷം ചിപ്പുകൾ നേരിട്ട് G42വിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു. ബ്ലൂംബെർഗിൻ്റെ അഭിപ്രായത്തിൽ പ്രാരംഭ ലൈസൻസിൽ G42വിന് ചിപ്പുകൾ നൽകുന്നത് ഉൾപ്പെടുത്തിയിരുന്നില്ല. G42വിന് ചിപ്പുകൾ നേരിട്ട് നൽകുന്നതിൽ USന് താൽപ്പര്യമില്ലെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു.